നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ LGS മാരത്തോൺ ഡേ 7 ആണ്. ഇന്ന് നമ്മൾ പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ജീവശാസ്ത്ര മേഖലയിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ്. സോ നമുക്ക് സമയം കളയേണ്ട, നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളെ പറ്റിയിട്ടാണ്. ഏതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ്, ചെവി, തൊക്ക്, അതുപോലെ നാക്ക്, മൂക്ക്, ഇവയാണല്ലേ നമ്മുടെ പ്രധാനപ്പെട്ട ജ്ഞാനേന്ദ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ പറ്റിയുള്ള PSC ഇതുവരെ ചോദിച്ചുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒത്തിരി ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് PSC ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം എന്നറിയപ്പെടുന്ന കണ്ണിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി. കണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താ സുഹൃത്തുക്കളെ? ഒഫ്താൽമോളജി എന്നാണ് 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ചെയ്ത ചോദ്യം. ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന അവയവം എന്നറിയപ്പെടുന്നത് കണ്ണാണ്. ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന അവയവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണാണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യകരമായ ജീവകം A ആണ്, മറക്കരുത്. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യകരമായ ജീവകം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വൈറ്റമിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈറ്റമിൻ A ആണ്. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം 25 സെന്റിമീറ്റർ ആണ്. വ്യക്തമായ കാഴ്ചയ്ക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരപരിധി എത്രയെന്ന് ചോദിച്ചാൽ അത് 25 സെന്റിമീറ്റർ ആണ്. ഇത്രയും ചോദ്യങ്ങളും PSC 100-ൽ കൂടുതൽ തവണ LGS LDC എക്സാമുകൾക്ക് മാത്രം ചോദിച്ചിട്ടുള്ളതാണ്. അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് സുഹൃത്തുക്കൾ. ആ പോയിന്റ്സിനെല്ലാം ഇമ്പോർട്ടൻസ് അത് കൊടുക്കുക തന്നെ വേണം. കണ്ണിലെ പ്രധാനപ്പെട്ട പാളികളെ പറ്റിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തതാണ് ദൃഢപടലം, രണ്ടാമത്തതാണ് രക്തപടലം, മൂന്നാമത്തതാണ് ദൃഷ്ടിപടലം. ആരൊക്കെയാണ് കണ്ണിലെ പ്രധാനപ്പെട്ട പാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. കണ്ണിനു വേണ്ട ദൃഢതയും ആകൃതിയും നൽകുന്നത് ദൃഢപടലമാണ്. അതിൽ തന്നെ ഇല്ലേ ദൃഢത കൊടുക്കുന്നു, അതുകൊണ്ട് അവനെ ദൃഢപടലം എന്ന് പറയുന്നത്. കണ്ണിനു വേണ്ട ദൃഢതയും ആകൃതിയും നൽകുന്ന കണ്ണിലെ ലെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൃഢപടലമാണ്. ആ ദൃഢപടലം എന്ന വാക്കിൽ തന്നെയുണ്ട് കണ്ണിനു വേണ്ട ദൃഢത കൊടുക്കുന്നു. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും എത്തിക്കുന്നത് രക്തപടലമാണ്. രക്തത്തിന്റെ ജോലി അതാണെന്നുള്ളത് നമുക്കറിയാലോ. രക്തത്തിന്റെ ജോലി എന്താണ്? നമ്മുടെ ശരീരത്തെ എല്ലാ ഭാഗത്തും ഓക്സിജനും അതുപോലെ പോഷണവും എത്തിക്കുക എന്നുള്ളതാണ് രക്തത്തിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അതേ ജോലി തന്നെയാണ് ഇവിടെ രക്തപടലം ചെയ്യുന്നത്. കണ്ണിലെ കലകൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനവും പോഷണവും എത്തിക്കുക എന്നുള്ളതാണ് രക്തപടലത്തിന്റെ ജോലി. കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന പാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റെറ്റിനയിലാണ്. കണ്ണില് പ്രതിബിംബം രൂപപ്പെടുന്ന പാളി എവിടെയെന്ന് ചോദിച്ചാൽ അത് റെറ്റിനയിലാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതി നമുക്ക് പറയാം ദൃഷ്ടിപടലത്തിലാണെന്ന് നമുക്ക് പറയാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പറയാം ദൃഷ്ടിപടലത്തിലാണ് കണ്ണിലെ പ്രതിബിംബങ്ങൾ രൂപം കൊള്ളുന്നതെന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ റെറ്റിന എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കണ്ണിലെ ദൃഷ്ടിപടലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന പാളി എന്ന് ചോദിച്ചാൽ അത് ദൃഷ്ടിപാളിയും, എവിടെയാണ് രൂപപ്പെടുന്നതെന്ന് എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ അത് റെറ്റിനയുമാണ്. കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി മാറ്റിവെക്കപ്പെടുന്ന കണ്ണിലെ ഭാഗം ചോദിച്ചാൽ കണ്ണിന്റെ കോർണിയ. 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സമയത്ത് കണ്ണിനുള്ളിൽ മാറ്റിവെക്കുന്ന കണ്ണിന്റെ ഭാഗം എന്ന് ചോദിച്ചാൽ അത് കണ്ണിന്റെ കോർണിയയാണ്. ആരാണ്? കോർണിയയാണ്. കണ്ണിലെ ലെൻസ് ബൈകോൺവെക്സ് ലെൻസ്. കണ്ണിൽ കാണപ്പെടുന്ന ലെൻസ് ഏതാണ്? ബൈകോൺവെക്സ് ലെൻസ്. പഠിച്ചു വെക്കുക, കണ്ണിലെ ലെൻസ് ഏതാണ്? ബൈകോൺവെക്സ് ലെൻസ് ആണ്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ റോഡ് കോശങ്ങൾ. മങ്ങിയ വെളിച്ചത്തില് കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. സുഹൃത്തുക്കൾക്ക് ഇത് ഡൗട്ട് ഉണ്ടായിരിക്കും, അത് പഠിക്കാനായിട്ട് ഒരു സിമ്പിൾ കോഡ് പറഞ്ഞുതരാം. സുഹൃത്തുക്കളെ, നമ്മുടെ കറുത്ത ടാർട്ട റോഡിലല്ലേ വെളുത്ത വരകൾ കാണപ്പെടുന്നത്. അപ്പോൾ രാത്രി കാലങ്ങളിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും, നമ്മൾ കാണുന്ന രൂപങ്ങൾക്കെല്ലാം കറുപ്പ് അല്ലെങ്കിൽ വെളുപ്പ് നിറമായിരിക്കും അല്ലെ. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. രാത്രി കാലങ്ങളിൽ നമ്മൾ പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ കാണുന്ന രൂപങ്ങളെല്ലാം ഒന്നുകിൽ കറുപ്പ് അല്ലെങ്കിൽ വെളുപ്പ് ഉള്ള രൂപത്തിലായിരിക്കും. അതിന് കാരണം എന്താണ്? അല്ലെങ്കിൽ നിറങ്ങൾ കാണാൻ കഴിയാത്ത എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മങ്ങിയ വെളിച്ചത്തില് കറുപ്പും വെളുപ്പും നിറങ്ങളെ മാത്രമേ നമ്മുടെ റോഡ് കോശങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് മങ്ങിയ വെളിച്ചത്തില് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തത്. ഓക്കെ, മങ്ങിയ വെളിച്ചത്തില് കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ എന്ന് ചോദിച്ചാൽ റോഡ് കോശങ്ങളാണ്. റോഡ് കോശങ്ങൾ എന്നുള്ളതിനുള്ള കോഡ് സുഹൃത്തുക്കൾ മനസ്സിലായല്ലോ. കറുത്ത റോഡിലാണ് വെളുത്ത വരകൾ വരയ്ക്കുന്നത് എന്നുള്ളത് ഓർക്കുക. അപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചകൾ കാണുന്നതെന്ന് ഓർക്കുക. റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ. ഇനി പഠിക്കേണ്ട കാര്യമില്ലല്ലോ. റോഡ് കോശം റോഡോപ്സിൻ, റോഡ് കോശം റോഡോപ്സിൻ. റോഡ് കോശങ്ങളിൽ അടക്കിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാണ്? റോഡോപ്സിൻ ആണ്. പകൽ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ കോൺ കോശങ്ങൾ.
പകൽ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കോൺ കോശങ്ങൾ. കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ. മറക്കല്ലേ, കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു അറിയപ്പെടുന്ന പേരാണ് അയഡോപ്സിൻ. ഈ അയഡോപ്സിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട് ഫോട്ടോസ്പിൻ. അതും കൂടെ PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് ഫോട്ടോസ്പിൻ എന്നറിയപ്പെടുന്നതും അയഡോസ്പിൻ എന്നറിയപ്പെടുന്നതും ഒരേ ഒരു വർണ്ണവസ്തു തന്നെയാണ്. ഇത് കാണപ്പെടുന്നത് കോൺ കോശങ്ങളിലാണ്. നല്ല പ്രകാശമുള്ളപ്പോഴാണ് ഫോട്ടോ എടുക്കാൻ പറ്റുന്നതെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. നല്ല പ്രകാശം ഉണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് പഠിച്ചു വെക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് കണ്ണിന്റെ വീക്ഷണ സ്ഥിരത. കണ്ണിന്റെ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത് 1/16 സെക്കൻഡ് ആണ്. അല്ലെങ്കിൽ 16ൽ 1 സെക്കൻഡ് ഒരു വസ്തു നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കും. ഇങ്ങനെയുള്ള കണ്ണിന്റെ കഴിവിനെയാണ് നമ്മൾ കണ്ണിന്റെ വീക്ഷണ സ്ഥിരത എന്ന പേരിൽ അറിയപ്പെടുന്നത്. 100ൽ കൂടുതൽ തവണ PSC ചോദിച്ച ചോദ്യം മറക്കരുത്. കണ്ണിന്റെ വീക്ഷണ സ്ഥിരത എത്രയാണ്? 16ൽ 1 സെക്കൻഡ് ആണ്. കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കസ് ദൂരം ക്രമീകരിക്കുവാനുള്ള കണ്ണിന്റെ കഴിവ് അറിയപ്പെടുന്ന പേരാണ് സമഞ്ജതക്ഷമത. മറക്കല്ലേ, കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരം അകലുന്നതിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കസ് ദൂരം ക്രമീകരിക്കുവാൻ, അല്ലെങ്കിൽ ദൂരെയുള്ള വസ്തുവിനെ ക്ലിയർ ആയിട്ട് കാണുവാനായിട്ട് നമ്മുടെ കണ്ണിലെ ലെൻസ് എന്ത് ചെയ്യും? അവന്റെ വക്രത അങ്ങ് മാറ്റും. കഴിവിനെ അറിയപ്പെടുന്ന പേരാണ് സമഞ്ജതക്ഷമത. കണ്ണിന്റെ സമഞ്ജതക്ഷമത എന്ന പേരിൽ അറിയപ്പെടുന്നു. കാഴ്ച പരിശോധിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലർ ചാർട്ട്. പഠിച്ചു വെച്ചോളനെ, കാഴ്ച ശക്തി പരിശോധിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലർ ചാർട്ട്. കഴിഞ്ഞ LGS ലെവൽ എക്സാമിന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. കാഴ്ച പരിശോധിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലർ ചാർട്ട്. അന്ധരായ ആളുകൾ എഴുതുവാനും വായിക്കുവാനും ഉപയോഗിക്കുന്ന പ്രത്യേക ലിപി സമ്പ്രദായം അറിയപ്പെടുന്ന പേരാണ് ബ്രെയിലി ലിപി. പഠിച്ചു വെച്ചോളുക. അന്ധരായ ആളുകൾ എഴുതുവാനും വായിക്കുവാനും വേണ്ടി ഉപയോഗിക്കുന്ന പ്രത്യേക ലിപി സമ്പ്രദായം അറിയപ്പെടുന്ന പേരാണ് ബ്രെയിലി ലിപി. ഇനി ഈ ഭാഗത്ത് നിന്ന് PSC ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നേത്ര രോഗങ്ങളും അല്ലെങ്കിൽ നേത്ര വൈകല്യങ്ങൾ. ഈ ഭാഗത്ത് നിന്നാണ് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. ഏകദേശം 200ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഏതൊരു PSCയുടെ എക്സാം ചോദിച്ചാലും ബയോളജി മേഖലയിൽ നിന്ന് ഈ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. ആദ്യമായി പഠിക്കാനുള്ളതാണ് ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത്. ഹ്രസ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അടുത്ത്. അപ്പോ അടുത്ത് നല്ല കാഴ്ചയായിരിക്കും, ദൂരെ എന്താണ്? കാണാൻ പറ്റൂല. രണ്ടും കൂടെ പഠിച്ച് കൺഫ്യൂഷൻ ആക്കി വെക്കരുത് സുഹൃത്തുക്കളെ. ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകലെയുള്ള വസ്തുവിനെ കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. അകലെയുള്ള വസ്തുവിനെ കാണാൻ കഴിയാത്ത അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത്, ദൃഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയും, അടുത്തുള്ളത് കാണാൻ കഴിയും. പിന്നെ അത് രണ്ടാമത് ഒന്നുകൂടെ പഠിച്ച് നമ്മൾ കൺഫ്യൂഷൻ ആക്കണോ? വേണ്ട. ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകലെയുള്ള വസ്തുവിനെ നമുക്ക് കാണാൻ കഴിയില്ല, അടുത്തുള്ള വസ്തുവിനെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഉണ്ട് അടുത്തുള്ള വസ്തുവിനെ കാണാൻ കഴിയുമെന്ന്. നേത്രത്തിന്റെ നീളം വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന നേത്രവൈകല്യമാണ് ഹ്രസ്വദൃഷ്ടി. പഠിച്ചോളുക. നേത്രത്തിന്റെ നീളം വർദ്ധിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന നേത്ര വൈകല്യം അറിയപ്പെടുന്ന പേരാണ് ഹ്രസ്വദൃഷ്ടി. പ്രതിബിംബം റെറ്റിനയ്ക്ക് മുന്നിലായിരിക്കും. പ്രതിബിംബം എവിടെയായിരിക്കും? റെറ്റിനയ്ക്ക് മുന്നിലായിരിക്കും. കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് ഈ രോഗം പരിഹരിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഈ വൈകല്യം പരിഹരിക്കാൻ കഴിയും. ഏത് ലെൻസാണ്? കോൺകേവ് ലെൻസ് ഉപയോഗിച്ചാണ് ഈ രോഗം പരിഹരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. കേവ് നമ്മൾ ഈ കേവിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഹ. ഈ ഗുഹയ്ക്ക് അകത്തോട്ട് നോക്കിയാൽ നമുക്ക് എന്തായിരിക്കും അവസ്ഥ? ഗുഹയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങൾ മാത്രം നമുക്ക് കാണാൻ പറ്റുമോ അല്ലേ? അവിടെ നിന്ന് ഉള്ളിലോട്ട് അല്ലെങ്കിൽ അകലെയുള്ള വസ്തുക്കൾ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോ ഏത് ലെൻസാണ് ഹ്രസ്വദൃഷ്ടിക്ക് ഉപയോഗിക്കുന്നത്? കോൺകേവ് ലെൻസ്. മറക്കല്ലേ, കേവിനകത്തോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അടുത്തുള്ള വസ്തുക്കളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഉള്ളിലോട്ട് അല്ലെങ്കിൽ ഗുഹയ്ക്ക് ഉള്ളിലോട്ടുള്ള വസ്തുക്കൾ നമ്മൾ എത്തി നോക്കിയാൽ കാണാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് ചോദിച്ചാൽ കോൺകേവ് ലെൻസ് ആണ്. പഠിച്ചു വെക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ദീർഘദൃഷ്ടി. ഇവന്മാര് തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവുന്നത്. ദീർഘദൃഷ്ടി. ദീർഘ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരെ, ദീർഘം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരെ, ദൃഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ച. ദൂരെ കാഴ്ച കാണാം, ദൂരെയുള്ള വസ്തുക്കളുടെ കാഴ്ച നമുക്ക് ലഭിക്കും. പക്ഷെ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ പറ്റൂല.
അപ്പൊ പിന്നെ രണ്ടും കൂടെ പഠിച്ച് കൺഫ്യൂഷൻ ആക്കണോ? വേണ്ട. അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്ത കണ്ണിന്റെ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് ദീർഘദൃഷ്ടി. ദീർഘം എന്ന് വെച്ചാൽ ദൂരെ, ദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ കഴിയും, ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയും. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്ത അവസ്ഥ, അതാണ് നമ്മൾ പഠിക്കേണ്ടതെടുത്ത്. അതിന് ദീർഘദൃഷ്ടി എന്നറിയപ്പെടുന്നു. അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്ത അവസ്ഥയെ കണ്ണിന്റെ ദീർഘദൃഷ്ടിയാണ് എന്ന് നമ്മൾ പറയുന്നു. നേത്രഗോളത്തിന്റെ നീളം കുറയുന്നത് കൊണ്ടാണ് ദീർഘദൃഷ്ടി ഉണ്ടാകുന്നത്. ദൂരെ കാണുന്നോണ്ട് നേത്രഗോളം എന്തായിരിക്കും? ചെറുതായിരിക്കും എന്ന് പഠിച്ചു വെക്കുക. ദൂരെ കാണാനായിട്ട് നേത്രഗോളം ചെറുതായിരിക്കും എന്ന് പഠിച്ചു വെക്കുക. വസ്തുവിന്റെ പ്രതിബിംബം റെറ്റിനയ്ക്ക് പിന്നിലായിരിക്കും. നേത്രഗോളത്തിന്റെ വലിപ്പം ചെറുതായതുകൊണ്ട് തന്നെ വസ്തുവിന്റെ പ്രതിബിംബം എവിടെയായിരിക്കും രൂപപ്പെടുന്നത്? റെറ്റിനയ്ക്ക് പിന്നിലായിരിക്കും രൂപപ്പെടുന്നത്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാൻ കഴിയും. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിഹരിക്കാൻ കഴിയും. മറക്കല്ലേ, ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസും ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസുമാണ്. ഇത് രണ്ടും 200-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ചതാണ്. സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഇത് രണ്ടും പഠിക്കുക. അടുത്തതാണ് പ്രസ്ബയോപ്പിയ. കണ്ണിലെ ലെൻസിന്റെ ഇലാസ്തികത കുറയുന്നത് മൂലം, എന്ത് കുറയുന്നത് മൂലം? ഇലാസ്തികത കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്രസ്ബയോപ്പിയ. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയാണ് പ്രസ്ബയോപ്പിയ. പഠിച്ചു വെച്ചോളെ, അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്ത അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് പ്രസ്ബയോപ്പിയ. വെള്ളെഴുത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം പ്രസ്ബയോപ്പിയ. വെള്ളെഴുത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം എന്ന് ചോദിച്ചാൽ പ്രസ്ബയോപ്പിയ. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഈ രോഗം പരിഹരിക്കാൻ കഴിയും. കാരണം കോൺവെക്സ് ലെൻസിന് ഒരു സൂമിംഗ് പവർ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ? കോൺവെക്സ് ലെൻസിന് ഒരു സൂമിംഗ് പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രസ്ബയോപ്പിയ പരിഹരിക്കാൻ പറ്റും. ഒന്നുകൂടി പറയുവാണ്, കണ്ണിലെ ലെൻസിന്റെ ഇലാസ്തികത, അതായത് കണ്ണിന്റെ ലെൻസ് വളരെ ഇലാസ്തികതയുള്ള ഒരു വസ്തുവാണ്. അതിന്റെ ഇലാസ്തികത പ്രായം കൂടുന്തോറും എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഇതുമൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്രസ്ബയോപ്പിയ. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയാണ് പ്രസ്ബയോപ്പിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിനെ മലയാളത്തിലെ കോമൺ ആയിട്ട് വെള്ളെഴുത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഈ രോഗം പരിഹരിക്കാം. അടുത്തതാണ് അസ്റ്റിഗ്മാറ്റിസം, അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന പേരാണ് വിഷമദൃഷ്ടി. അസ്റ്റിഗ്മാറ്റിസം അല്ലെങ്കിൽ എന്താ അറിയപ്പെടുന്നത്? വിഷമദൃഷ്ടി. കോർണിയ, ലെൻസ്, കണ്ണിന്റെ ആകൃതി എന്നിവയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. എങ്ങനെയാണ്? ഒന്നുകിൽ കോർണിയയുടെ ആകൃതിയിൽ വ്യത്യാസം ഉണ്ടാകാം, അല്ലെങ്കിൽ ലെൻസിന്റെ ആകൃതിയിൽ വ്യത്യാസം ഉണ്ടാകാം, ഇല്ലെങ്കിൽ കണ്ണിന്റെ തന്നെ ആകൃതിയിൽ എന്തെങ്കിലും വൈകൃതം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന രോഗമാണ് അസ്റ്റിഗ്മാറ്റിസം അഥവാ വിഷമദൃഷ്ടി എന്ന് പറയുന്നത്. വസ്തുവിന്റെ പൂർണ്ണതയില്ലാത്തതും കൃത്യതയില്ലാത്തതുമായ പ്രതിബിംബങ്ങൾ രൂപപ്പെടുന്നു. എങ്ങനെയാണ്? വസ്തുവിന്റെ പൂർണ്ണതയില്ലാത്തതും കൃത്യതയില്ലാത്തതുമായ പ്രതിബിംബങ്ങൾ രൂപപ്പെടുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. അത് പഠിച്ചു വെക്കുക. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാൻ കഴിയുന്ന കണ്ണിന്റെ അവസ്ഥ എന്ന് ചോദിച്ചാൽ അത് അസ്റ്റിഗ്മാറ്റിസം ആണ്. ഒന്നുകൂടി പറയാം, അസ്റ്റിഗ്മാറ്റിസം എന്തെന്ന്, അല്ലെങ്കിൽ വിഷമദൃഷ്ടി എന്തെന്നുള്ളത് കോർണിയ, ലെൻസ്, കണ്ണിന്റെ ആകൃതി എന്നിവയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം ഉണ്ടാകുന്ന രോഗമാണ് അസ്റ്റിഗ്മാറ്റിസം അല്ലെങ്കിൽ വിഷമദൃഷ്ടി എന്നറിയപ്പെടുന്നത്. വസ്തുവിന്റെ പൂർണ്ണതയില്ലാത്തതും കൃത്യതയില്ലാത്തതുമായ പ്രതിബിംബങ്ങൾ രൂപീകരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥയുടെ പ്രത്യേകത. സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിച്ച് നമുക്ക് ഇവയെ പരിഹരിക്കാം. ഈ ഭാഗങ്ങളെല്ലാം PSC 50 തവണയിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങളാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. അടുത്തതായി PSC ചോദിച്ചിട്ടുള്ളതാണ് നിശാന്തത അഥവാ മാലക്കണ്ണ് അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്. നമുക്ക് നോക്കാം. നിശാന്തത. മാലക്കണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം നിശാന്തത. മാലക്കണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം ഏതാണ്? നിശാന്തത. രാത്രികാലങ്ങളിൽ കാഴ്ച കുറയുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേര് നിശാന്തത. രാത്രികാലങ്ങളിൽ കാഴ്ച കുറയുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേര് നിശാന്തത. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം നിശാന്തത. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? നിശാന്തത. അതുപോലെ തന്നെ വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്തത. ഇത് ഇത്രയും PSC 100-ൽ കൂടുതൽ തവണ റിപ്പീറ്റ് ആയി ചോദ്യം. ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും നമുക്ക് കളയാനില്ല ഈ ഭാഗത്ത് നിന്ന്. നിശാന്തത എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം ഏത്? മാലക്കണ്ണ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം ഏതെന്ന് ചോദിച്ചാൽ അതും നിശാന്തതയാണ്. നിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി, അന്ധത എന്ന് വെച്ചാൽ കണ്ണ് കണ്ടുകൂടാത്ത അവസ്ഥ. അപ്പൊ നിശാന്തത എന്ന് വെച്ചാൽ രാത്രി കണ്ണ് കണ്ടുകൂടാത്ത അവസ്ഥയാണ്. അതിനെയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ട പോയിന്റ് ആണ് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം അല്ലെങ്കിൽ വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിശാന്തത അല്ലെങ്കിൽ മാലക്കണ്ണാണ്. പഠിക്കുക. അടുത്തതാണ് സീറോഫ്താൽമിയ. എന്താണ് സീറോഫ്താൽമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം സീറോഫ്താൽമിയ പഠിച്ചു വെച്ചേക്കുക. വൈറ്റമിൻ എ കുറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന രോഗമാണ് നിശാന്തത അഥവാ മാലക്കണ്ണ് എങ്കിൽ സീറോഫ്താൽമിയ എന്ന രോഗം എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. നേത്ര ആവരണവും കോർണിയയും വരണ്ട് അതാര്യമാകുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നേത്ര ആവരണവും കോർണിയയും വരണ്ട് അതാര്യമാകുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് സീറോഫ്താൽമിയ. പഠിക്കുക. അടുത്തതാണ് വർണ്ണാന്തത. കോൺ കോശങ്ങളിലെ തകരാറ് മൂലമുണ്ടാകുന്ന രോഗമാണ് വർണ്ണാന്തത. പഠിച്ചു വെക്കുക. കോൺ കോശങ്ങളിലെ തകരാറ് മൂലമുണ്ടാകുന്ന രോഗമാണ് വർണ്ണാന്തത. കാരണം എന്താണ്? വർണ്ണങ്ങൾ, നിറങ്ങൾ കാണാൻ സഹായിക്കുന്നത് ആരാണ്? കോൺ കോശങ്ങളാണ്. അതുകൊണ്ട് തന്നെ വർണ്ണാന്തത ഏത് കോശങ്ങൾക്കുണ്ടാകുന്ന തകരാറെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഉത്തരം എന്താണ്? കോൺ കോശങ്ങൾക്കുണ്ടാകുന്ന തകരാറ്. പച്ചയും ചുവപ്പും നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്തത. വർണ്ണാന്തതയുള്ള വ്യക്തികൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറം നീല നിറം. പഠിച്ചു വെച്ചോളെ. വർണ്ണാന്തതയുള്ള വ്യക്തികൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറം നീല നിറം. വർണ്ണാന്തതയുള്ള വ്യക്തികൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറം പച്ചയും ചുവപ്പുമാണ്. ഓർക്കുക. ഡാൾട്ടനിസം എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം വർണ്ണാന്തത. ഡാൾട്ടനിസം എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം ഏതാണ്? വർണ്ണാന്തത. ഇഷിഹാര ടെസ്റ്റ് പഠിച്ചു വെക്കുക സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. ഇഷിഹാര എന്ന പരിശോധനയിലൂടെ കണ്ടെത്തുന്ന രോഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവസ്ഥ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വർണ്ണാന്തതയാണ്. ഇഷിഹാര എന്ന പരിശോധനയിലൂടെ കണ്ടെത്തുന്ന കണ്ണിന്റെ രോഗം ഏത് അല്ലെങ്കിൽ അവസ്ഥ ഏതെന്ന് ചോദിച്ചാൽ അത് വർണ്ണാന്തത. ഇത് മാത്രം PSC 30-ൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ LD എക്സാമിനും കണ്ടിരുന്നു. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട രോഗമാണ് ഗ്ലോക്കോമ. കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഗ്ലോക്കോമ. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കണേ. കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഗ്ലോക്കോമ. ദീപങ്ങൾക്ക് ചുറ്റും വലയം കാണപ്പെടുന്നതിന് കാരണം ഗ്ലോക്കോമ. ദീപങ്ങൾക്ക് ചുറ്റും വലയം കാണപ്പെടുന്നതിന് കാരണം ഗ്ലോക്കോമ. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്നത് ഗ്ലോക്കോമയാണ്. പഠിച്ചു വെക്കുക. 100-ൽ കൂടുതൽ തവണ PSC ചോദിച്ച ചോദ്യം. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ഗ്ലോക്കോമയാണ്. ലേസർ ശസ്ത്രക്രിയയിലൂടെ ഗ്ലോക്കോമ പരിഹരിക്കാൻ കഴിയും. പഠിച്ചു വെച്ചേക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് ആണ്. ലേസർ ചികിത്സയിലൂടെ അല്ലെങ്കിൽ ലേസർ ശസ്ത്രക്രിയയിലൂടെ ഗ്ലോക്കോമ രോഗം പരിഹരിക്കാൻ കഴിയും. അടുത്തതായി പഠിക്കാനുള്ളതാണ് തിമിരം. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നതും അതുകൊണ്ടുണ്ടാകുന്ന രോഗത്തെ അറിയപ്പെടുന്ന പേരാണ് തിമിരം എന്ന് പറയുന്നത്. കണ്ണിലെ ലെൻസ് എന്ത് ചെയ്യും? അതാര്യമായി പോവും. കണ്ണിലെ ലെൻസിന്റെ പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ കുറഞ്ഞു പോകും. അങ്ങനെ ഉണ്ടാകുന്ന രോഗമാണ് തിമിരം എന്ന് പറയുന്നത്. ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ രോഗം പരിഹരിക്കാൻ കഴിയും. ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ രോഗം പരിഹരിക്കാൻ കഴിയും. ഒന്നുകൂടി ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. തിമിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥ, അതായത് സുതാര്യമായ ഒരു വസ്തുവാണ് മനുഷ്യന്റെ കണ്ണിലെ ലെൻസ് എന്ന് പറയുന്നത്. അത് അതാര്യമാകുന്ന അവസ്ഥയെ അറിയപ്പെടുന്ന പേരാണ് തിമിരം എന്ന് പറയുന്നത്. ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ ഈ രോഗം ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പരിഹരിക്കാൻ കഴിയും. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ചെങ്കണ്ണിനെ പറ്റി. ചെങ്കണ്ണിനെ പറ്റി എന്താ സുഹൃത്തുക്കളെ? നമുക്ക് എല്ലാവർക്കും വന്നിട്ടുള്ള രോഗമാണല്ലേ. കുഞ്ഞിലെ മുതലും ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും വരുന്ന രോഗമാണ് ചെങ്കണ്ണെന്ന് പറയുന്നത്. കൺജങ്ക്റ്റൈവയെ ബാധിക്കുന്ന അണുബാധ അറിയപ്പെടുന്ന പേരാണ് ചെങ്കണ്ണ് അല്ലെങ്കിൽ കൺജങ്ക്റ്റിവൈറ്റിസ്. എന്താ പേര്? കൺജങ്ക്റ്റൈവയെ ബാധിക്കുന്ന അണുബാധ അറിയപ്പെടുന്ന പേരാണ് ചെങ്കണ്ണ് അല്ലെങ്കിൽ കൺജങ്ക്റ്റിവൈറ്റിസ്. ചെങ്കണ്ണിന് കാരണമാകുന്നത് ബാക്ടീരിയയും വൈറസും ചെങ്കണ്ണ് ഉണ്ടാകുന്നതിന് കാരണമാകാറുണ്ട്. പഠിക്കുക. സ്പർശനത്തിലൂടെ പകരുന്ന രോഗം ചെങ്കണ്ണ്. പഠിച്ചു വെച്ചേക്കണേ. സ്പർശനത്തിലൂടെ പകരുന്ന നേത്രരോഗമെന്നും സ്പർശനത്തിലൂടെ പകരുന്ന രോഗമെന്നും ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെങ്കണ്ണാണ്. മറക്കരുത്. ഇനി ഇത്രയും പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നേത്രരോഗങ്ങളെ എല്ലാം വെച്ചുകൊണ്ട് ഒരു കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. സുഹൃത്തുക്കൾ എല്ലാവരും കോഡ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പക്ഷെ 5 തവണയിൽ കൂടുതൽ നിങ്ങൾ ആവർത്തിച്ച് കോഡ് പഠിച്ചു വെക്കേണ്ടതാണ്. 5 തവണ നിങ്ങൾ ആവർത്തിച്ച് എഴുതി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ കോഡ് നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. അല്ലെന്നുണ്ടെങ്കിൽ എക്സാം ഹാളിൽ എത്തുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഫുൾ മാർക്ക് നേടണം ഇത്തവണത്തെ എക്സാമിന്. അതിനു വേണ്ടി തന്നെ പഠിക്കണം. അപ്പോൾ നമുക്ക് നേത്രരോഗങ്ങളിലെ കോഡൊന്ന് പഠിച്ചു കളയാം. HD എന്ന് കരുതി 0-ൽ പ്രസ് ചെയ്ത നിഷ വർണ്ണത്തി ഗ്ലോ ചെയ്യുന്നത് കണ്ടു. എന്താ പറഞ്ഞത് കോഡ്? HD എന്ന് കരുതി 0-ൽ പ്രസ് ചെയ്ത നിഷ വർണ്ണത്തി ഗ്ലോ ചെയ്യുന്നത് കണ്ടു. ഒന്നുകൂടി പറയുവാണേ, കോഡ് ശ്രദ്ധിച്ചിരിക്കുക. HD എന്ന് കരുതി 0-ൽ പ്രസ് ചെയ്ത നിഷ വർണ്ണ തീ ഗ്ലോ ചെയ്യുന്നത് കണ്ടു. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ സുഹൃത്തുക്കളെ. PSC ചോദിച്ചിട്ടുള്ള എല്ലാ നേത്രരോഗങ്ങളും ഇതിനകത്തുണ്ട്. ഈസി ആയിട്ട് പഠിക്കാം.
ഒന്നാമത്തത് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്രസ്വദൃഷ്ടി. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹ്രസ്വദൃഷ്ടി. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘദൃഷ്ടി. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘദൃഷ്ടി. സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോഫ്താൽമിയ. സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സീറോഫ്താൽമിയ. പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ് ബയോപ്പിയ. പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രസ് ബയോപ്പിയ. നിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശാന്തത. നിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിശാന്തത. വർണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർണ്ണാന്തത. വർണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വർണ്ണാന്തത. തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിമിരം. തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? തിമിരം. ഗ്ലോ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോക്കോമ. ഈസിയാണ്. നേത്രരോഗങ്ങളെല്ലാം ഒരു ഒറ്റ കോടി സുഹൃത്തുക്കൾ കിട്ടിയേ. കോഡ് ഒന്നുകൂടി പറയുവാണ്. HD എന്ന് കരുതി സീറോയിൽ പ്രസ് ചെയ്ത നിശ വർണ്ണ തീ ഗ്ലോ ചെയ്യുന്നത് കണ്ടു. ഇതിൽ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്രസ്വദൃഷ്ടി, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘദൃഷ്ടി, സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോഫ്താൽമിയ, പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ് ബയോപ്പിയ, നിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശാന്തത, വർണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണാന്തത, തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിമിരം, ഗ്ലോ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോക്കോമയാണ്. ഇത്രയും ഭാഗം സുഹൃത്തുക്കള് പഠിച്ചു വെച്ചിരിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ള ജ്ഞാനേന്ദ്രിയമാണ് ചെവി. ചെവിയെ കുറിച്ച് ഒരുപാട് അങ്ങ് പഠിക്കാനില്ല, എന്നാലും ചോദിച്ചുള്ള ചോദ്യങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ഉള്ളതാണ്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി പഠിച്ചു വെച്ചേക്കുക 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ഇത് PSC ആദ്യകാലത്ത് ചോദിച്ചിരുന്നതാണ്. മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിന്റെ പരിധി എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. പക്ഷെ ഇപ്പോ PSC ചോദിക്കുന്നത് 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ എന്നങ്ങ് പറഞ്ഞിരിക്കും കേട്ടോ. അവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്, മറന്നു പോകരുത്. 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ എന്ന് പറഞ്ഞിരിക്കും. 20 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞാലും 20,000 ഹെർട്സ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. പഠിച്ചു വെക്കുക. മനുഷ്യന്റെ കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിന്റെ പരിധി ചോദിച്ചു കഴിഞ്ഞാൽ 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. കേൾവിക്ക് സഹായിക്കുന്ന ശരീരഭാഗം ചെവി. കേൾവിക്ക് സഹായിക്കുന്ന ശരീരഭാഗം ചെവിയാണ്. തലച്ചോറ് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീര തുലനാവസ്ഥ പാലിക്കാനായിട്ട് സഹായിക്കുന്ന ഭാഗം ഏതാണ്? ചെവിയാണ്. കേൾവി എന്ന അനുഭവം സാധ്യമാക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ അത് സെറിബ്രമാണ്. മറക്കരുത്. രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ശരീരത്തിന്റെ തുലനാവസ്ഥ പാലിക്കാൻ സഹായിക്കുന്ന ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെവിയാണ്. അതിനോടൊപ്പം തന്നെ ശരീര തുലനാവസ്ഥ പാലിക്കാൻ സഹായിക്കുന്ന മറ്റൊരു ഭാഗമാണ് നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത്. ഓർക്കുക, കേൾവി എന്ന അനുഭവം സാധ്യമാക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് സെറിബ്രമാണ്. ചെവിയെ കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി. ചെവിയെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താ സുഹൃത്തുക്കളെ? ഓട്ടോളജി. ഒന്നുകൂടി പറയുവാണ്, ചെവിയെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഓട്ടോളജി. ഇനി ചെവിയുടെ പ്രധാന ഭാഗങ്ങളെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായി പഠിക്കേണ്ടതാണ് ബാഹ്യകർണം. ബാഹ്യകർണം എന്ന് വെച്ചാൽ നമ്മുടെ പുറത്ത് കാണപ്പെടുന്ന ഭാഗം കേട്ടോ, ചെവിയുടെ. ശബ്ദത്തെ കർണനാളത്തിലേക്ക് നയിക്കുന്ന ഭാഗം ചെവിക്കൂട. PSC 50 തവണയിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ചോദ്യം. ശബ്ദത്തെ കർണനാളത്തിലേക്ക് നയിക്കുന്ന ചെവിയുടെ ഭാഗമേന്ന് ചോദിച്ചാൽ അത് ചെവിക്കൂടയാണ്. ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്ന ഭാഗം കർണനാളം. ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്ന ഭാഗമേന്ന് ചോദിച്ചാൽ അത് കർണനാളമാണ്. മധ്യകർണത്തെയും ആന്തരകർണത്തെയും തമ്മിൽ വേർതിരിക്കുന്നത് കർണപടം. മധ്യകർണത്തെയും ആന്തരകർണത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗം കർണപടം. ഇനി മധ്യകർണത്തിലെ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചെവിക്കുള്ളിൽ കാണപ്പെടുന്ന അസ്ഥികളാണ് ഈ ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ബാഹ്യകർണം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മധ്യകർണമാണ്. ഈ മധ്യകർണത്തിൽ എന്തൊക്കെയാണുള്ളതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് നമ്മുടെ ചെവിക്കുള്ളിൽ കാണപ്പെടുന്ന 3 അസ്ഥികളെ പറ്റിയാണ്. അത് പഠിച്ചിരിക്കണം. അവനാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ചെവിക്കുള്ളിൽ കാണപ്പെടുന്ന 3 അസ്ഥികൾ ഏതാണ്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസ് മാത്രം PSC 100ൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിരിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്നാണ്. അത് സ്റ്റേപ്പിസ് ആണ്. മനുഷ്യരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് ചോദിച്ചാൽ അത് സ്റ്റേപ്പിസ് ആണ്. ഇനി മനുഷ്യരീരത്തിലെ രണ്ടാമത്തെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് ചോദിച്ചാൽ അത് മാലിയസ് ആണ്. ഒന്നുകൂടി പറയുവാണ്, ചെവിക്കുള്ളിൽ കാണപ്പെടുന്ന അസ്ഥികള് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നിവയാണ്. ഇതിൽ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് ചോദിച്ചാലും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് ചോദിച്ചാലും സ്റ്റേപ്പിസ്. രണ്ടാമത്തെ മനുഷ്യരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് ചോദിച്ചാൽ അത് മാലിയസ് ആണ്. മറക്കരുത്. മാലിയസിന്റെ ആകൃതി ചുറ്റികയുടെ ആകൃതി. ഈ 3 എണ്ണമാണ് PSC സ്ഥിരം ചോദിക്കുന്നത്. 100ൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യം. മാലിയസിന്റെ ആകൃതി ചുറ്റിക, ഇൻകസിന്റെ ആകൃതി കുടക്കല്ല്, സ്റ്റേപ്പിസിന്റെ ആകൃതി കുതിരലാടത്തിന്റെ ആകൃതി. ഒന്നുകൂടി പറയുവാണ്, മാലിയസിന്റെ ആകൃതി ചുറ്റികാകൃതി, ഇൻകസിന്റെ ആകൃതി കുടക്കല്ലിന്റെ ആകൃതി, സ്റ്റേപ്പിസിന്റെ ആകൃതി കുതിരലാടത്തിന്റെ ആകൃതി. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട. നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡ് ഉണ്ട്. ഈ കോഡ് അങ്ങ് പഠിച്ചു വെക്കുക. മാലിയെ ചുറ്റിച്ച് സ്റ്റെപ്പിലിരുന്ന കുതിരയെ ഇങ്കൊഴിച്ചു കൂടയിലാക്കി എന്ന് പഠിക്കുക.
ഈസിയാണേ പഠിക്കാൻ. മാലിയെ ചുറ്റിച്ച് സ്റ്റെപ്പിലിരുന്ന കുതിരയെ ഇങ്കൊഴിച്ച് കൂടയിലാക്കി എന്നങ്ങ് പഠിക്കുക. മാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിയസ്, ചുറ്റിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിക. മാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിയസ്, ചുറ്റിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചുറ്റിക. സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റേപ്പിസ്, കുതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുതിരലാടം. ഈസി ആയിട്ട് കിട്ടുന്നുണ്ടേ കോഡ്. സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേപ്പിസ്, കുതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരലാടം. ഇങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്കസ്, കൂടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടക്കല്ല്. കൂടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുടക്കല്ല്. ഒന്നുകൂടി പറയുവാണ്, മാലിയെ ചുറ്റിച്ചു എന്ന് പറഞ്ഞാൽ മാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിയസ്, ചുറ്റിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിക ആകൃതി. സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേപ്പിസ്, കുതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരലാടത്തിന്റെ ആകൃതിയാണ് സ്റ്റേപ്പിസിന്. ഇങ്കൊഴിച്ചു കൂടയിലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകസ്, കൂടയിലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുടക്കല്ലിന്റെ ആകൃതി. എന്തിന്റെ ആകൃതിയാണ്? കുടക്കല്ലിന്റെ ആകൃതിയാണ്. ഈ ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് യൂസ്റ്റേഷ്യൻ നാളിയെ പറ്റി. എന്താണ് യൂസ്റ്റേഷ്യൻ നാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യകർണത്തിന്റെയും ഗ്രസനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാളിയാണ് യൂസ്റ്റേഷ്യൻ നാളി എന്ന പേരിൽ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ നാളി എന്ന് അറിയപ്പെടുന്നത്. എവിടെയൊക്കെയാണ്? മധ്യകർണത്തെയും ഗ്രസനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ PS ചോദിക്കും ചെവിയെയും തൊണ്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാലും ഈ യൂസ്റ്റേഷ്യൻ നാളി തന്നെയാണ് കേട്ടോ. യൂസ്റ്റേഷ്യൻ നാളി രണ്ട് പ്രത്യേകത പറഞ്ഞു. ഒന്നുകിൽ PS ചോദിക്കും മധ്യകർണത്തെയും ഗ്രസനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ്, ചെവിയെയും വായയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാളി എന്ന് ചോദിച്ചാലും യൂസ്റ്റേഷ്യൻ നാളിയാണ് പഠിക്കുക. കർണപടത്തിലെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കുന്ന നാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യൂസ്റ്റേഷ്യൻ നാളിയാണ്. കർണപടത്തിലെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കുന്ന നാളി എന്ന് ചോദിച്ചാൽ അത് യൂസ്റ്റേഷ്യൻ നാളിയാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ആന്തരകർണത്തെ പറ്റിയാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. തലയോടിനുള്ളിലെ അസ്ഥികളാൽ നിർമ്മിതമായ അറയ്ക്കുള്ളിൽ കാണപ്പെടുന്ന ചെവിയുടെ ഭാഗം ആന്തരകർണം. ഇങ്ങനെ തന്നെ PS ചോദിച്ചിട്ടുണ്ട്. തലയോടിനുള്ളിലെ അസ്ഥികളാൽ നിർമ്മിതമായ അറയ്ക്കുള്ളിൽ കാണപ്പെടുന്ന ചെവിയുടെ ഭാഗമേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്തരിക കർണമാണ്. ചെവിക്കുള്ളിൽ സ്തര അറയിൽ കാണപ്പെടുന്ന ദ്രവമാണ് എൻഡോലിംബ്. എന്താണ്? ഈ ചെവിക്കുള്ളിലെ സ്തര അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം അറിയപ്പെടുന്ന പേരാണ് എൻഡോലിംബ്. സ്തര അറകൾക്ക് പുറത്ത് കാണപ്പെടുന്ന ദ്രവമാണ് പെരിലിംബ്. അപ്പൊ രണ്ടു തരം ദ്രവമുണ്ട്. ഒന്ന് എൻഡോലിംബും അതുപോലെ തന്നെ രണ്ടാമത്തെ എന്താണ്? പെരിലിംബും. എൻഡോലിംബ് എന്ന് വെച്ചാൽ എന്താണ്? സ്തര അറയുടെ അകത്തു കാണപ്പെടുന്നതാണ് എൻഡോലിംബ്. സ്തര അറയ്ക്ക് പുറത്ത് കാണപ്പെടുന്ന ദ്രവമാണ് പെരിലിംബ്. പഠിച്ചു വെക്കുക. കേൾവിക്ക് സഹായിക്കുന്ന ചെവിയുടെ ഭാഗം കോക്ലിയ. കേൾവിക്ക് സഹായിക്കുന്ന ചെവിയുടെ ഭാഗം എന്നറിയപ്പെടുന്നത് കോക്ലിയയാണ്. ഒച്ചിന്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന കുഴൽ കോക്ലിയ. ഒച്ചിന്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന കുഴൽ എന്ന് ചോദിച്ചാൽ അത് കോക്ലിയയാണ്. കോക്ലിയയ്ക്കുള്ളിൽ കാണപ്പെടുന്ന ദ്രവചലനം സാധ്യമാക്കുന്ന ഭാഗമാണ് റൗണ്ട് വിൻഡോ. മറക്കരുത്, കോക്ലിയയ്ക്കുള്ളിൽ കാണപ്പെടുന്ന ദ്രവചലനം സാധ്യമാക്കുന്ന ഭാഗം അറിയപ്പെടുന്ന പേരാണ് റൗണ്ട് വിൻഡോ. കോക്ലിയ ഒച്ചിന്റെ തോട് പോലെ ഇങ്ങനെ റൗണ്ട് ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനകത്ത് വരുന്ന വിൻഡോയും എന്ത് ഷേപ്പ് ആയിരിക്കണം? റൗണ്ട് ഷേപ്പ് ആയിരിക്കണം എന്ന് സുഹൃത്തുക്കൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ കോക്ലിയയ്ക്കുള്ളില് കാണപ്പെടുന്ന ദ്രവത്തിന്റെ ചലനം സാധ്യമാക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അത് റൗണ്ട് വിൻഡോയാണ്. അപ്പൊ കോക്ലിയയ്ക്കുള്ളിൽ കാണപ്പെടുന്ന വിൻഡോ ഏതാണ്? റൗണ്ട് വിൻഡോ ആണ്. ശരീരതുലനം പാലിക്കുന്ന ചെവിയുടെ ഭാഗമാണ് അർദ്ധവൃത്താകാര കുഴലും അതുപോലെ തന്നെ വെസ്റ്റിബ്യൂളും. പഠിക്കുക. ശരീരതുലനം പാലിക്കുന്നതിന് ചെവിയെ സഹായിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അർദ്ധവൃത്താകാര കുഴലും അതുപോലെ വെസ്റ്റിബ്യൂളുമാണ്. ശരീരതുലന പാലിക്കുന്നതിന് വേണ്ടി വെസ്റ്റിബ്യൂളിൽ കാണപ്പെടുന്ന കാൽസ്യം കാർബണേറ്റ് തരികൾ അറിയപ്പെടുന്ന പേരാണ് ഓട്ടോലിത്ത്. ശരീരതുലനാവസ്ഥ പാലിക്കുന്നതിന് വേണ്ടി വെസ്റ്റിബ്യൂളിൽ കാണപ്പെടുന്ന കാൽസ്യം കാർബണേറ്റിന്റെ തരികൾ അറിയപ്പെടുന്ന പേരാണ് ഓട്ടോലിത്തുകള്. ഈ ഓട്ടോലിത്തുകള് ഒരു ചെറിയ തന്തുവിലാണ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. അത് നഷ്ടപ്പെടുമ്പോഴാണ് തലകറക്കം എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർമാർ പറയും ചെവിക്കുള്ളിലെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് തലകറക്കം എന്ന് പറയുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഓട്ടോലിത്തുകൾ എന്ത് ചെയ്യും? നമ്മൾ പെട്ടെന്നുണ്ടാവുന്ന ഷേക്കിൽ ഓട്ടോലിത്തുകൾ പയ്യെ ഈ പറയുന്ന തന്തുക്കളിൽ നിന്ന് ഇളകി വീഴുന്നതുകൊണ്ടാണ് കേട്ടോ. അതൊക്കെ സുഹൃത്തുക്കൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ജസ്റ്റ് പഠിക്കുന്നതിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ശരീര തുലനനില പാലിക്കുന്നതിന് വേണ്ടി വെസ്റ്റിബ്യൂളിൽ കാണപ്പെടുന്ന കാൽസ്യം കാർബണേറ്റ് തരികൾ, ഇത് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. കാൽസ്യം കാർബണേറ്റ് തരികൾ അറിയപ്പെടുന്ന പേരാണ് ഓട്ടോലിത്തുകൾ. മധ്യകർണത്തിലെ അസ്ഥികളുടെ കമ്പനം ആന്തരകർണത്തിൽ വ്യാപിപ്പിക്കുന്ന ഭാഗമാണ് ഓവൽ വിൻഡോ. അപ്പോ മധ്യകർണത്തിനും ആന്തരകർണത്തിനും ഇടയിൽ കാണപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അവനാണ് ഓവൽ വിൻഡോ. മധ്യകർണത്തിലെ അസ്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു മാലിയസ്, ഇങ്കസ്, സ്റ്റേപ്പിസ്. ഇവന്മാരുടെ കമ്പനത്തിനെ ആന്തരിക കർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് സഹായിക്കുന്ന വിൻഡോയാണ് ഓവൽ വിൻഡോ. രണ്ട് വിൻഡോ ഇവിടെ പറഞ്ഞു. കോക്ലിയയിലുള്ള വിൻഡോ എന്ന് പറയുന്നത് റൗണ്ട് വിൻഡോയും
മധ്യകർണത്തിനും അതുപോലെ ആന്തരകർണത്തിനും ഇടയിൽ കിടക്കുന്ന വിൻഡോ എന്ന് ചോദിച്ചാൽ അത് ഓവൽ വിൻഡോയുമാണ്, മറക്കരുത്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള ഇന്ദ്രിയമാണ് നാക്ക്. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് നാക്ക്. ഒത്തിരി ചോദ്യങ്ങളൊന്നും PSC നിന്ന് ചോദിച്ചിട്ടില്ല. രുചി അറിയാൻ സഹായിക്കുന്ന ശരീരഭാഗം എന്ന് ചോദിച്ചാൽ അത് നാക്കാണ്. രുചി അറിയാൻ സഹായിക്കുന്ന ശരീരഭാഗം അല്ലെങ്കിൽ അവയവം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? നാക്കാണ്. അസ്ഥിയില്ലാത്ത അവയവം നാക്കാണ്. അതിനോടൊപ്പം തന്നെ PSC ചോദിച്ചിട്ടുണ്ട് അസ്ഥിയില്ലാത്ത അവയവം എന്ന് ചോദിച്ചിട്ട് ഉത്തരമായിട്ട് ശ്വാസകോശവും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതുകൂടി പഠിച്ചോളണം. ശ്വാസകോശം കൂടി പഠിച്ചോളുക. ഈ ഭാഗത്ത് നിന്ന് അസ്ഥിയില്ലാത്ത അവയവം ചോദിച്ചാൽ ഒന്ന് ലങ്സ്, മറ്റൊന്ന് എന്താണ്? നമ്മുടെ നാക്കാണ്, മറക്കരുത്. നാക്കിന്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പിലകൾ. നാക്കിന്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പാപ്പിലകൾ. നാക്കിന്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പാപ്പിലകൾ. പാപ്പിലകളിൽ കാണപ്പെടുന്ന രുചി അറിയുന്ന ഭാഗങ്ങളാണ് സ്വാദുമുകുളങ്ങള്. പാപ്പിലകളിൽ കാണപ്പെടുന്ന രുചി അറിയുന്ന ഭാഗം അറിയപ്പെടുന്ന പേരാണ് സ്വാദുമുകുളങ്ങള്. പ്രാഥമിക രുചികൾ എന്നറിയപ്പെടുന്നത് മധുരം, ഉപ്പ്, പുളി, കയ്പ്, ഉമാമി. ഒന്നുകൂടി പറയാം. പ്രാഥമിക രുചികൾ എന്നറിയപ്പെടുന്നത് മധുരം, ഉപ്പ്, പുളി, കയ്പ്, ഉമാമി. ഇപ്പോ തന്നെ ഒത്തിരി സുഹൃത്തുക്കൾക്ക് ഡൗട്ട് ഉണ്ടായി കാണും, എവിടെ പോയി നമ്മുടെ എരിവ് എന്നുള്ളത്. സത്യത്തിൽ എരിവെന്ന് പറയുന്നത് ഒരു രുചിയല്ല, ഓർത്തു വെച്ചിരിക്കുക. PSC ഒരുപാട് തവണ ട്രിക്ക് ചെയ്ത് മൈനസ് വാങ്ങിക്കൊടുത്തിട്ടുള്ള ചോദ്യമാണ് ഇപ്പോൾ പറഞ്ഞത്. താഴെ പറയുന്നവയിൽ പ്രാഥമിക രുചികളിൽ പെടാത്തതേത്? നമ്മൾ എല്ലാവരും വീഴുന്ന സ്ഥലം എവിടെയെന്നറിയാമോ? ഒന്നില് ഈ പറയുന്ന ഉപ്പിൽ ചെന്ന് പെടും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉമാമി ചെന്ന് വീണിട്ട് മൈനസ് അടിച്ചിട്ടുണ്ട്. ഒത്തിരി സുഹൃത്തുക്കൾ അങ്ങനെ മൈനസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പ്രാഥമിക രുചികളിൽ മധുരം, ഉപ്പ്, പുളി, കയ്പ്, ഉമാമി മാത്രമേ ഉള്ളൂ. എരിവെന്ന് പറയുന്നത് രുചിയല്ല. എരിവുള്ള വസ്തുക്കൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ നാക്കില് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ മാത്രമാണ് കേട്ടോ, ഒരു റിയാക്ഷൻ മാത്രമാണ്. ആ റിയാക്ഷൻ ഉണ്ടാകുന്നത് മൂലം ഉണ്ടാകുന്ന താപം നമുക്ക് എരിവായിട്ട് അനുഭവപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള കെമിക്കൽസ് റിയാക്ട് ചെയ്യുകയും ആ റിയാക്ഷൻ എന്താണ്? താപം ഉൽപ്പാദിപ്പിക്കുന്ന റിയാക്ഷൻ ആയിരിക്കും. ആ താപം നമുക്ക് എരിവായിട്ട് തോന്നുകയും നമ്മുടെ തലച്ചോറ് എരിവായിട്ട് സെൻസ് ചെയ്യുകയും ചെയ്യുന്നത്. അല്ലാതെ എരിവ് എന്ന് പറഞ്ഞൊരു രുചിയില്ല. സുഹൃത്തുക്കൾ ഓർത്തു വെച്ചിരിക്കുക. പ്രാഥമിക രുചികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരം, ഉപ്പ്, പുളി, കയ്പ്, ഉമാമി മാത്രമേ ഉള്ളൂ. ജാപ്പനീസ് ഭാഷയിൽ സന്തോഷകരം എന്നർത്ഥമുള്ള രുചി ഉമാമി. ജാപ്പനീസ് ഭാഷയില് സന്തോഷകരം എന്നർത്ഥം വരുന്ന രുചിയെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉമാമി. ആറാമതായി കണ്ടുപിടിച്ചു എന്ന് പറയുന്ന രുചി എന്ന് ചോദിച്ചാൽ അതാണ് ഒലിയോഗസ്റ്റസ്. മറക്കരുത്. ആറാമതായി കണ്ടുപിടിച്ച രുചി എന്ന് ചോദിച്ചാൽ ഒലിയോഗസ്റ്റസ് ആണ്. ആറാമതായി കണ്ടുപിടിച്ച രുചി ഏതാണ്? ഒലിയോഗസ്റ്റസ് ആണ്. കൊഴുപ്പിന്റെ രുചി എന്നറിയപ്പെടുന്നത് ഒലിയോഗസ്റ്റസ് ആണ്. മറക്കരുത്. കൊഴുപ്പിന്റെ രുചി എന്നറിയപ്പെടുന്നത് ഒലിയോഗസ്റ്റസ് ആണ്. സിമ്പിൾ ആയിട്ട് ഒന്നുകൂടി ആ 3 പോയിന്റ് പറയുവാണ്. ജാപ്പനീസ് ഭാഷയിൽ സന്തോഷകരം എന്നർത്ഥമുള്ള രുചി ചോദിച്ചാൽ ഉമാമി. ആറാമതായി കണ്ടുപിടിച്ച രുചി എന്നറിയപ്പെടുന്നത് ഒലിയോഗസ്റ്റസ് ആണ്. കൊഴുപ്പിന്റെ രുചി എന്നറിയപ്പെടുന്നത് ഒലിയോഗസ്റ്റസ് ആണ്. ഇത്രയും സുഹൃത്തുക്കളെ പഠിക്കുക. അടുത്ത PSC ഈ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യമാണ്. 100-ൽ കൂടുതൽ തവണ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം, ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ കിടക്കുന്ന ചോദ്യമാണ്. മധുരം നാവിന്റെ ഏത് ഭാഗത്താണ് അനുഭവപ്പെടുന്നത്? അല്ലെങ്കിൽ മധുരം നമ്മുടെ നാവില് ഏത് ഭാഗത്താണ് സെൻസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു വെക്കുക. നാവിന്റെ മുൻവശത്താണ് നമുക്ക് മധുരം അറിയാൻ പറ്റുന്നത്. സ്വീറ്റ്നെസ് അറിയാൻ പറ്റുന്നത് എവിടെയാണ്? നമ്മുടെ നാവിന്റെ ഏറ്റവും മുൻഭാഗത്താണ് എന്നുള്ളത് ഓർക്കുക. കയ്പെന്ന് പറയുന്നത് നാവിന്റെ ഉൾവശത്തിൽ അറിയാൻ പറ്റുന്നതാണ്. കയ്പെന്ന് പറയുന്നത് നാവിന്റെ ഉൾവശത്തിൽ അറിയാൻ കഴിയുന്ന രുചിയാണ് കയ്പെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുളി എന്ന് പറയുന്നത് നാവിന്റെ ഇരുവശങ്ങളിലും അറിയാൻ കഴിയുന്ന രുചിയാണ് പുളി എന്ന് പറയുന്നത്. പുളി എവിടെയാണ്? നമ്മുടെ നാവിന്റെ ഇരുവശങ്ങളിലും അറിയാൻ കഴിയുന്ന രുചിയാണ്. മധുരം നാവിന്റെ മുൻഭാഗം, അതുപോലെ കയ്പ് നാവിന്റെ പിൻഭാഗം. പുളി അല്ലെങ്കിൽ ഉപ്പ്, പുളി അല്ലെങ്കിൽ എന്താണ്? ഉപ്പ് രസവും നമുക്ക് എവിടെ അറിയാൻ പറ്റും? നാവിന്റെ ഇരുവശങ്ങളിലുമാണ് അറിയാൻ പറ്റുന്നത്. നാവിന്റെ ഇരുവശങ്ങളിലുമാണ് അറിയാൻ പറ്റുന്നത്. മറക്കല്ലേ, പഠിച്ചു വെച്ചോളണേ. അടുത്തതായി PSC ഏറ്റവും കുറച്ച് ചോദിച്ചിട്ടുള്ള നമ്മുടെ ജ്ഞാനേന്ദ്രിയമാണ് മൂക്ക് എന്ന് പറയുന്നത്. അധികം നമുക്ക് അതിനകത്ത് പഠിക്കാനുമില്ല. മൂക്കിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് റീനോളജി. മൂക്കിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് റീനോളജി. മൂക്കിൽ നടത്തുന്ന ശസ്ത്രക്രിയ അറിയപ്പെടുന്ന പേരാണ് റൈനോപ്ലാസ്റ്റി. മൂക്കിലെ ശസ്ത്രക്രിയ അറിയപ്പെടുന്ന പേരാണ് റൈനോപ്ലാസ്റ്റി. ഗന്ധം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് അനോസ്മിയ. ഗന്ധം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് അനോസ്മിയ. അതായത് നമ്മുടെ
കൊറോണ രോഗം വന്നതിന് ശേഷം ഒത്തിരി പേർക്കുണ്ടായ രോഗമാണ് കേട്ടോ അനോസ്മിയ എന്ന് പറയുന്നത്. ഗന്ധം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ കേട്ടോ, അതാണ് അനോസ്മിയ എന്ന് പറയുന്നത്. ഗന്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നാഡി ഓൾ ഫാക്ടറി നാഡി. PSC 100 തവണയിൽ കൂടുതൽ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ച ചോദ്യം. ഗന്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നാഡി എന്ന് ചോദിച്ചാൽ അതാണ് ഓൾ ഫാക്ടറി നാഡി. മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്ന പേരാണ് എപ്പിസ്റ്റാറ്റിക്സ്. മറക്കരുത്, മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്ന പേരാണ് എപ്പിസ്റ്റാറ്റിക്സ്. മറക്കരുത്. പൂച്ച, പാമ്പ്, എലി എന്നീ ജീവിവർഗങ്ങൾക്ക് ഗന്ധത്തിന് സഹായിക്കുന്നതാണ് ജേക്കബ്സൺസ് ഓർഗൻ. ഇതും 100-ൽ കൂടുതൽ തവണ PSC ചോദിച്ചിരുന്നു. കഴിഞ്ഞ LGS ലെവൽ എക്സാമിനും ചോദിച്ചിരുന്നു. പാമ്പ്, പൂച്ച, എലി എന്നീ ജീവിവർഗങ്ങളില് ഗന്ധത്തിന് സഹായിക്കുന്ന അവയവം അല്ലെങ്കിൽ ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ജേക്കബ്സൺസ് ഓർഗൻ. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ജേക്കബ്സൺസ് ഓർഗൻ. അന്ന് PSC ചോദിച്ചത് പാമ്പിന് ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവം ഏതെന്നാണ്. ഉത്തരം എന്താണ്? ജേക്കബ്സൺസ് ഓർഗൻ ആണ്. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് PSC രണ്ടാമത് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ത്വക്ക്. നമ്മുടെ ജ്ഞാനേന്ദ്രിയം ഏതാണ്? ത്വക്ക്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്നറിയപ്പെടുന്നത് ത്വക്ക്. 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ചെയ്ത ചോദ്യം. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്നറിയപ്പെടുന്നത് ആരാണ്? ത്വക്കാണ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന അവയവം ത്വക്ക്. ശരീരോഷ്മാവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന അവയവം ത്വക്ക്. വൈറ്റമിൻ ഡിയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ശരീരാവയവം ത്വക്ക്. വൈറ്റമിൻ ഡിയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ശരീരാവയവം ചോദിച്ചു കഴിഞ്ഞാൽ ത്വക്ക്. വിസർജ്യത്തിന് സഹായിക്കുന്ന ശരീരത്തിലെ അവയവങ്ങളിൽ ഒന്നാരെന്ന് ചോദിച്ചാൽ അത് ത്വക്കാണ്. ബാക്കിയുള്ള 2 പേരാരാ സുഹൃത്തുക്കളെ? അറിയാവുന്ന സുഹൃത്തുക്കളൊന്ന് കമന്റ് ചെയ്യുക. വിസർജ്യത്തിന് സഹായിക്കുന്ന ശരീരത്തിലെ അവയവങ്ങളിൽ ഒന്ന് ത്വക്കാണ്. ബാക്കി 2 അവയവങ്ങളുണ്ട്. മൊത്തം 3 അവയവങ്ങളാണ് ശരീരത്തിലെ വിസർജ്യത്തിന് സഹായിക്കുന്നത്. ത്വക്കിലെ ഏറ്റവും കട്ടി കുറഞ്ഞ ഭാഗം അറിയപ്പെടുന്ന പേരാണ് അതിചർമ്മം. ത്വക്കിലെ ഏറ്റവും കട്ടി കുറഞ്ഞ അല്ലെങ്കിൽ ത്വക്കിലെ ഏറ്റവും മൃദുവായ ഭാഗം എന്നറിയപ്പെടുന്നത് ആരാണ്? അതിചർമ്മമാണ്. ത്വക്കിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഡെർമറ്റോളജി. 100-ൽ കൂടുതൽ തവണ PSC ചോദിച്ച ചോദ്യം. ത്വക്കിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഡെർമറ്റോളജി. അപ്പോൾ ത്വക്കിലെ ഏറ്റവും കട്ടി കുറഞ്ഞ ഭാഗം അല്ലെങ്കിൽ ത്വക്കിലെ മൃദുഭാഗം എന്നൊക്കെ അറിയപ്പെടുന്നത് അതിചർമ്മമാണ്. ത്വക്കിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഡെർമറ്റോളജി. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു ആരെന്ന് ചോദിച്ചാൽ മെലാനിൻ. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നത് മെലാനിൻ ആണ്. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നത് മെലാനിൻ ആണ്. ത്വക്കിന് മൃദുത്വം നൽകുന്നത് സെബം. മറക്കരുത്, ത്വക്കിന് മൃദുത്വം നൽകുന്നത് ആരാണ്? സെബമാണ്. സെബം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി അറിയപ്പെടുന്ന പേരാണ് സെബേഷ്യസ് ഗ്രന്ഥി. 100-ൽ കൂടുതൽ തവണ PSC ചോദിച്ച ചോദ്യം. സെബം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? സെബേഷ്യസ് ഗ്ലാൻഡ് ആണ് അല്ലെങ്കിൽ സെബേഷ്യസ് ഗ്രന്ഥിയാണ്. സെബം, സെബേഷ്യസ് അതിനകത്ത് ഉണ്ട് കേട്ടോ. സെബം, സെബേഷ്യസ് പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ത്വക്കിലുണ്ടാകുന്ന രോഗങ്ങൾ. PSC ചോദിച്ചിട്ടുള്ള എല്ലാ ത്വക്കിലുണ്ടാകുന്ന രോഗങ്ങളും അവ പഠിക്കാനുള്ള ഈസി കോഡ് നമ്മുടെ കയ്യിലുണ്ട്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. മെലാനിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ആൽബിനിസം. എന്താണ്? മെലാനിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ആൽബിനിസം. അതിചർമ്മത്തിലെ മേൽപ്പാട അടർന്നു വീഴുന്ന രോഗം സൊറിയോസിസ്. അതിചർമ്മത്തിലെ മേൽപ്പാട അടർന്നു വീഴുന്ന രോഗം എന്ന് ചോദിച്ചാൽ അത് സൊറിയോസിസ് ആണ്. മറ്റു പ്രധാനപ്പെട്ട ത്വക്ക് രോഗങ്ങൾ കൂടി ഒന്ന് നോക്കാം. എക്സിമ, സൊറിയോസിസ്, ഡെർമൈറ്റിസ്, മെലനോമ. മെലനോമയുടെ പ്രത്യേകത എന്താണ്? ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെലനോമയാണ്. മറക്കരുത്, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെലനോമയാണ്. അതുപോലെ തന്നെ പഠിക്കേണ്ടതാണ് പാണ്ട്, അതുപോലെ കാൻഡിഡൈറ്റിസ് പഠിക്കുക. കാൻഡിഡൈറ്റിസ് എന്ന് പറയുന്ന രോഗം. അപ്പൊ പ്രധാനമായിട്ടും ത്വക്കിനുണ്ടാകുന്ന രോഗങ്ങൾ പറയാൻ പോവുകയാണ്. എക്സിമ, സൊറിയോസിസ്, ഡെർമറ്റൈറ്റിസ്, മെലനോമ. മെലനോമയുടെ പ്രത്യേകത എന്താണ്? ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ അറിയപ്പെടുന്ന പേരാണ് മെലനോമ. അതുപോലെ തന്നെ പാണ്ട്, അതുപോലെ അവസാനമായി പഠിക്കേണ്ടതാണ് കാൻഡിഡൈറ്റിസ്. അതൊന്ന് ഓർത്തു വെച്ചേക്കുക. ആ ലാസ്റ്റ് പറഞ്ഞ പേരൊന്നുകൂടെ ഓർത്തു വെച്ചേക്കുക സുഹൃത്തുക്കളെ. കാൻഡിഡൈറ്റിസ് മറക്കരുത്. ഇനി ഇത് പഠിക്കാനുള്ള ഒരു കോഡ് നമ്മളതിലുണ്ട്. ഇത്രയും എങ്ങനെ പഠിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന സുഹൃത്തുക്കൾ വിഷമിക്കണ്ട. ഈസി കോഡാണ്, പഠിച്ചു വെച്ചേക്കുക. സ്കിന്നിന് മേൽ ക്യാപ്പ് വീണ ഡെൻ സോറി പറഞ്ഞു. സ്കിന്നിന് മേലെ ക്യാപ്പ് വീണ ഡെൻ എന്ത് ചെയ്തു? സോറി പറഞ്ഞു. സ്കിന്നിന് മേലെ ക്യാപ്പ് വീണ ഡെൻ സോറി പറഞ്ഞു. ഒന്നുകൂടി പറയുവാണേ. സ്കിന്നിന് മേലെ ക്യാപ്പ് വീണ ഡെൻ സോറി പറഞ്ഞു. ഇതിൽ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്മുടെ ത്വക്കിനെയാണ് നമ്മൾ ഇംഗ്ലീഷ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പൊ ത്വക്കുമായി ബന്ധപ്പെട്ട രോഗമാണെന്ന് ആ ഓപ്ഷന് കിട്ടിയേ.
ഇനി മേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലനോമ, ത്വക്കിലുണ്ടാവുന്ന ക്യാൻസർ ആയ മെലനോമേനെയാണ് നമ്മൾ മേൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്യാപ്പിലെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാൻഡിഡിയേറ്റീസ് ആണ്. ക്യാപ്പിലെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാൻഡിഡേറ്റീസ് ആണ്. അതിനോടൊപ്പം ക്യാപ്പിലെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സിമയെ സൂചിപ്പിക്കുന്നു. ക്യാപ്പിലെ എ എന്താണ്? എക്സിമയെ സൂചിപ്പിക്കുന്നു. ക്യാപ്പിലെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ടിനെ സൂചിപ്പിക്കുന്നു. ക്യാപ്പിലെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് പാണ്ടിനെ സൂചിപ്പിക്കുന്നു. ഇനി ഡെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെർമൈറ്റിസ്. ഡെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഡെർമൈറ്റിസ്. അതുപോലെ സോറി പറഞ്ഞൂല, സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറിയോസിസ്. ഈസിയാണ്. ഒന്നുകൂടി കോഡ് പറഞ്ഞു തരാം. സ്കിന്നിന് മേൽ ക്യാപ്പ് വീണ ഡെൻ സോറി പറഞ്ഞു. ഇതിൽ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ത്വക്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. മേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലനോമ, ക്യാപ്പിലെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൻഡിഡിയേറ്റീസ്, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിമ, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ട്, അതുപോലെ ഡെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെർമറ്റൈറ്റിസ്, അതുപോലെ സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറിയോസിസ്. പഠിക്കുക സുഹൃത്തുക്കൾ, ഈ ഭാഗത്തു നിന്നുള്ള ത്വക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രോഗങ്ങളും നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഇവയെല്ലാം 50-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യമാണ്. ഇത്രയുമായിരുന്നു നമ്മുടെ LGS മാരത്തോൺ ഡേ 7-ൽ നമ്മൾ നോക്കിയത്. ജീവശാസ്ത്ര മേഖലയിൽ നിന്നും കേരള PSC 25 തവണയിൽ കൂടുതൽ ആവർത്തിച്ച ചോദ്യങ്ങളായിരുന്നു നമ്മൾ ഇന്ന് നോക്കിയത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കിടക്കുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.